ശനിയാഴ്ച ദിവസങ്ങളിൽ പൊതുവേ കുറച്ച് സമാധാനമായിരിക്കും കേട്ടോ. വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഓഫീസുള്ളൂ. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓഫീസ് ഇല്ലാത്തതുകൊണ്ടും വർക്ക് പ്രഷറും അതുപോലെ തന്നെ വർക്ക് ലോഡും എല്ലാം തലയിൽ കഴിഞ്ഞിട്ട് തലവേദനയായിട്ടായിരിക്കാം 4 മണിക്ക് ഇറങ്ങുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ 4 മണിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. ഒരു ദിവസം ഇനി ഓഫീസിലേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വിട്ട് വൈപ്പിലേക്ക് കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് ഓർത്ത് പോയതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കായലും കടലും അതുപോലെ തന്നെ ഓരോന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴേക്കും പറയും. അങ്ങനെ നേരെ മീൻ മേടിക്കാനായിട്ട് പോയി. അറിയാൻ പാടില്ലാത്തത് അറിയുന്നതായ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്ക അവിടെ ഇരുന്നുള്ള വിലയും അതുപോലെ തന്നെ ഓരോ മീനിൻ്റെ പേരൊക്കെ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് ആൾ കഴിക്കുമോ അതുമില്ല. ആകെ ചെറിയ മീൻ മാത്രമാണ് ആ വായിൻ്റെ അകത്തേക്ക് പോകത്തുള്ളൂ, വയറ്റിൻ്റെ അകത്തേക്ക് സോറി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വേണ്ട മീനുകളെല്ലാം മേടിച്ച് ഒരു മീൻ മേടിക്കാൻ പോയ ഞങ്ങളാണ് ഒരു ലോഡ് മീനായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയും മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ആ ചേട്ടനോട് കുശലമൊക്കെ പറഞ്ഞ് നമ്മൾ പച്ചക്കറിയൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് മേടിച്ച മീനുകളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വന്നതിൻ്റെ നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ കുറച്ച് ചായ കുടിക്കാനോർത്ത് ചായയൊക്കെ എടുത്തപ്പോൾ ഉമ്മ നല്ല പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് കിച്ചൻ്റെ ഔട്ട് സൈഡ് ഇരുന്ന് ഞാനൊക്കെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. അങ്ങനെ പിന്നെ നേരെ മീനൊക്കെ ആയിട്ട് ഒരുപാട് മീനുള്ളായിരുന്നു. ഓരോരോ കീസായിട്ട് മാറ്റി നമ്മൾ സെപ്പറേറ്റ് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഫസ്റ്റ് കക്കറിച്ചിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കഴുകി വെച്ചു. അപ്പോൾ നമുക്ക് ഒരു വീക്കിലേക്ക് നമുക്ക് കുറച്ച് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ മൊത്തത്തിലൊക്കെ കഴുകി ഓരോ ബോക്സായിട്ട് മാറ്റി മാറ്റി വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രഷ്നെസ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ പൊരിക്കാനുള്ളതും അതുപോലെ തന്നെ പൊളിക്കാനുള്ള മീനൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ ബോക്സ് ആക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കത് ഇനി ഒരു ആഴ്ചയിലേക്ക് ഇനി ഇത് ഓടിക്കോളും. കാര്യം പിള്ളേർക്കാണെങ്കിലും നോൺ വെജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ. അങ്ങനെ അവിടെ ബോക്സിലൊക്കെ ആക്കി ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.